ഈ പത്മജ തമാശ പറയാൻ മിടുക്കിയാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഇന്നലെ അവർ പറഞ്ഞത് ഈ വർഷത്തെ ഏറ്റവും വലിയ തമാശയാണ്. BJPയും കോൺഗ്രസും ഒരുപോലെയാണെന്നും KM മുരളീധരനും മറ്റു പല കോൺഗ്രസ്സുകാരും സമീപഭാവിയിൽ BJPയിലേക്ക് വരുമെന്നും പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കോൺഗ്രസിൽ നിന്ന് BJPയിൽ എത്തുന്നവരുടെ ലിസ്റ്റ് കണ്ടാൽ എല്ലാവരും ഞെട്ടും. അപ്പോഴേക്കും ഞാനൊക്കെ ഒതുങ്ങിപ്പോയിട്ടുണ്ടാകും. പ്രമുഖന്മാരാണ് വരുന്നതെന്നും തൃശ്ശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചപ്പോൾ അവർ പങ്കുവച്ചതാണ്. അപ്പോൾ പത്മജയ്ക്കും തോന്നിത്തുടങ്ങി ഭാവിയിൽ ഒതുങ്ങിപ്പോകുമെന്ന്. പത്മജ പറഞ്ഞതിൽ ഒരു കാര്യം ശരിയാണ്. പഴയ കോൺഗ്രസ്സുകാരാണ് ഇപ്പോൾ BJPയിലുള്ളവർ അധികവുമെന്ന്. രണ്ടു കൂട്ടരും ഒരുപോലെയാണ്. അതുകൊണ്ട് രണ്ട് പാർട്ടിയും തമ്മിൽ വലിയ വ്യത്യാസമില്ല. ഞാൻ പാർട്ടി നോക്കിയോ ജാതിയും മതവും നോക്കിയോ പ്രവർത്തിക്കുന്നയാളല്ലെന്നാണ് അവർ പറയുന്നത്. ഇനിയും അങ്ങനെ ഉണ്ടാവുമെന്നും മുരളി മന്ദിരത്തിലേക്ക് ആർക്കും വരാമെന്നും പത്മജ എല്ലാവരെയും ക്ഷണിച്ചു. ആർക്കും വരാം, ഏതു സമയത്തും വരാം. കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോൾ മുൻ DCC പ്രസിഡന്റുമാരായ പ്രതാപനും MP വിൻസെൻറ്റുമാണ് തന്നെ പരാജയപ്പെടുത്തിയതെന്നാണ് അവർ പറയുന്നത്. പ്രിയങ്ക ഗാന്ധി തൃശ്ശൂരിൽ വന്നപ്പോൾ അവരുടെ വാഹനത്തിൽ കയറ്റാൻ അന്നത്തെ DCC പ്രസിഡൻ്റായിരുന്ന MP വിൻസെൻ്റ് 22.5 ലക്ഷം, 1-2 അല്ല 22.5 ലക്ഷം രൂപ അവരിൽ നിന്ന് വാങ്ങിയെന്ന്, ഭീഷണിപ്പെടുത്തിയാണ് പണം വാങ്ങിയതെന്ന്. എന്നിട്ട് പ്രിയങ്ക ഗാന്ധി വന്നപ്പോൾ വാഹനത്തിൽ കയറ്റിയതുമില്ലെന്ന്. ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയാൻ ഗുണ്ടാണെന്ന്. അവരെ ഭീഷണിപ്പെടുത്തി അവരെ പോലുള്ള പത്മജയെ പോലുള്ള ഒരാളിൽ നിന്നും പ്രിയങ്ക ഗാന്ധിയുടെ വണ്ടിയിൽ കയറ്റാമെന്നും പറഞ്ഞ് അത് ഭീഷണിപ്പെടുത്തി ലക്ഷങ്ങൾ വാങ്ങിക്കുമോ? അതിശയം തോന്നുന്നു. എന്ത് വിഡ്ഢിത്തരങ്ങളാണ് വിളിച്ചു പറയുന്നത്. BJPയിലോട്ട് ചെന്നതേ ഉള്ളൂ, അതിനു മുമ്പ് ചാണകം തലയിൽ കയറി. ഇതൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ഒരു പറയുന്നതിനൊക്കെ ഒരു മര്യാദയൊക്കെ വേണ്ടേ? അവരെ ഭീഷണിപ്പെടുത്തി 22.5 ലക്ഷം രൂപ വാങ്ങി, അതും അഖിലേന്ത്യാ നേതാവ് പ്രിയങ്ക ഗാന്ധിയുടെ വണ്ടിയിൽ കയറുന്നതിന്. പത്മജയെ പ്രിയങ്ക ഗാന്ധിക്ക് അറിയില്ലേ? കരുണാകരൻ്റെ മോളാണെന്ന് അവർക്കറിയാമല്ലോ. ഇതൊക്കെ പറയണമെങ്കിൽ തലയിൽ ചാണകം കയറിയിട്ട് തന്നെയാണ്. അതേസമയം ഈ നേതാക്കളുടെയും അണികളുടെയും BJPയിലേക്കുള്ള കൊഴിഞ്ഞുപോക്ക് തടയാനാകാതെ കഴിവുകേട് മറയ്ക്കാൻ മറ്റുള്ളവരെ പഴിചാരുകയാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന സതീശനും സുധാകരനുമൊക്കെ. ആശയപരമായും സംഘടനാപരമായും കോൺഗ്രസ് നേരിടുന്ന കടുത്ത പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയാതെ സ്വന്തം പാർട്ടിയിലെ പ്രശ്നങ്ങളുടെ ഉത്തരവാദിത്വം മറ്റുള്ളവർക്കാണെന്ന് സ്ഥാപിക്കാനാണ് അവരുടെ ശ്രമം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രനെയും രമേശ് ചെന്നിത്തലയും നാണം കെടുത്തി ഓടിച്ച ശേഷം സുധാകരനും VD സതീശനും കസേര കയ്യേറിയതാ. അതോടെ കൊഴിഞ്ഞുപോക്ക് വർദ്ധിച്ചു എന്ന വാദം കോൺഗ്രസിലെ ഒരു വിഭാഗം ശക്തമായി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മുൻ DGP ലോക്നാഥ് ബെഹ്റയാണ് പത്മജ വേണുഗോപാലിനെ BJPയിൽ എത്തിച്ചതെന്നാണ് VD സതീശൻ പറയുന്നത്. BJPയിൽ പൊക്കോളൻ KM മുരളീധരൻ അനുമതി നൽകിയിരുന്നെന്നും പത്മജ വെളിപ്പെടുത്തി. ഈ അടുത്ത സമയത്ത് തന്നെ എത്ര പേരാണ് BJP പാളയത്തിലെത്തിയത്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന G രാമൻ നായർ മുതൽ നിരവധി പേരാണ് പോയത്. K സുധാകരൻ്റെ ഉറ്റ അനുയായി, ഏറ്റവും അടുത്ത സുഹൃത്ത് കണ്ണൂരുകാരൻ C രഘുനാഥ് BJPയിലെത്തിയ ശേഷം കേരളത്തിലെ പല ജില്ലകളിലും തങ്ങി കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കളുമായി ചർച്ച നടത്തി BJPയിലേക്കുള്ള പാലം പണിഞ്ഞിട്ടിരിക്കുകയാണ്. ഇനിയും ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഏത് അർദ്ധരാത്രിക്ക് വേണമെങ്കിലും BJPയിലെത്താം. ആ സ്ഥിതിയിലാക്കി വെച്ചു. ഇതൊക്കെ ആരുടെ കഴിവുകേടാണ്?